കൃഷിജാഗരൺ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെയിൽ കനക്കുന്നു. പാലക്കാട് ജില്ലയിൽ സൂര്യാതാപ മുന്നറിയിപ്പ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയും മറികടന്ന് റബ്ബർ വില കുതിക്കുന്നു. കനത്ത ചൂടിൽ സംസ്ഥാന പഴവർഗ പാനീയ വിപണി സജീവമാകുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് പോണ്ടിച്ചേരിയിൽ. വെയിൽ കാഠിന്യം കനക്കുന്ന സാഹചര്യത്തിൽ സൂര്യാതാപവും ഏൽക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നും പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ റബ്ബർ വിപണിയിലെ വില ബുധനാഴ്ചയോടെ കിലോയ്ക്ക് 181 രൂപയായി ഉയർന്നു. 2021-ലാണ് റബ്ബർ വിലയിൽ വലിയ കുതിപ്പുണ്ടായത്. 191 രൂപ വരെ കിലോയ്ക്ക് വർധനവ് ഉണ്ടായെങ്കിലും പിന്നീട് താഴോട്ട് പോയിരുന്നു. 2 വർഷത്തിനു ശേഷം ഇപ്പോഴാണ് റബ്ബർ വില താങ്ങുവിലയെ മറികടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി ഉയർത്തിയത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് സംസ്ഥാനത്തെ സാധാരണ കർഷകർക്ക് റബ്ബർ ഉൽപ്പാദനത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടിരിക്കുന്ന സമയത്താണ് വില വർധനയുണ്ടാവുന്നത്. ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ റബ്ബർ ടാപ്പിംഗ് കേരളത്തിലെ മലയോര മേഖലയിൽ വരെ കുറഞ്ഞിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഉൽപ്പാദനം കുറഞ്ഞതോടെ അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കുതിച്ചു കയറുകയാണ്. ഇതിന് ആനുപാതികമായ ഉയർച്ചയില്ലെങ്കിലും ആഭ്യന്തര മാർക്കറ്റിലും വില ഉയരുകയാണ്. അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിൽ റബ്ബർ ഷീറ്റിന് ക്ഷാമം തുടരുന്നതിനാൽ സെപ്റ്റംബർ വരെ മെച്ചപ്പെട്ട വില ലഭിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സംസ്ഥാനത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ പഴവർഗ വിപണിയും ശീതളപാനീയ വിൽപ്പനയും സജീവമായി. കൊടുംചൂടിൽ നിന്നും ആശ്വാസം നൽകുന്ന തണ്ണിമത്തൻ, ഇളനീർ ജ്യൂസുകൾക്കാണ് ആവശ്യക്കാരേറെയും. നാട്ടിൻപുറങ്ങളിലെ വഴിയോര വിപണികളിൽ മാത്രം സജീവമായിരുന്ന മോരും വെള്ളം ഉൾപ്പെടെ ഇപ്പോൾ നഗരങ്ങളിലെ കൂൾബാറുകളിൽ ലഭ്യമാണ്. വിവിധ പേരുകളിൽ നാടൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പൊടിപൊടിക്കുന്നതും കുടം കലക്കി മോര്, പാൽ സർബത്ത്, മോര് സോഡ, മസാല സോഡ തുടങ്ങി വേനൽക്കാല ചൂടിനെ ശമിപ്പിക്കുന്ന പാനീയങ്ങൾ അനവധിയാണ്. കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പരിപാടികൾ ഇന്ന് പോണ്ടിച്ചേരി പെരുംതലൈവർ കാമരാജർ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ വെച്ച് നടന്നു. പോണ്ടിച്ചേരി ഗവൺമെന്റും പോണ്ടിച്ചേരി ഗവൺമെന്റിന് കീഴിലുള്ള കൃഷി വകുപ്പും ന്യൂഡൽഹി കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചും ഒരുമിച്ച് നടത്തുന്ന പരിപാടിയിൽ പോണ്ടിച്ചേരി അഗ്രികൾച്ചർ ചീഫ് സെക്രട്ടറി നെടുംചാഴിയൻ IAS മുഖ്യാതിഥിയായി. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.